അപ്പോൾ നമ്മളിന്ന് നെയ്പായസം ഉണ്ടാക്കാൻ പോവാ. നെയ്പായസം നാളെ ഷ്യാമിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊരു നെയ്പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടാക്കിയിട്ട് നാളെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ മേടിച്ച ഗ്രാൻഡ് മാസിൻ്റെ പായസം റൈസ് എന്ന് പറഞ്ഞ് ഒരു പാക്കറ്റ് വരുന്നുണ്ട്. അതാണ് ഞാൻ വാങ്ങിച്ചത്. അതാണ് ഈ കാണുന്നത് പായസം റൈസ് ആണ്. അതായത് പച്ചനെല്ല് കുത്തിയതാണ് പച്ചനെല്ല്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ പായസം ഉണ്ടാക്കുക. അപ്പോൾ ഇത് കഴുകി വാരി എടുക്കുന്നു, അതിനുശേഷം പായസം ഉണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതല്ല, ശർക്കര പാനിയാക്കാൻ വെച്ചിട്ടുണ്ട്. 1 കിലോ ശർക്കരയുണ്ട്. അപ്പോൾ അത് പാനിയാക്കി കഴിയുമ്പോഴത്തേക്കും ഈ അരി വേവിക്കും, അതിനകത്തേക്ക് ഇതിടും. പിന്നെ കുറേ പരിപാടികളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ നെയ്പായസത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. ഉണ്ടോ, ഇരിക്കണൊക്കെ നെയ്പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇത് ഉണക്കമുന്തിരി, ഷുഗർ, ഏലക്ക, നെയ്യ്, ഇത് ചുക്ക്, പിന്നെ ഇത് വെഡ്ജസ് ഇതിന് വേണ്ട. വെഡ്ജസ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് കുറിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാണ്. പിന്നെ ഇത് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുക്കും. ഇത് കഷ്ണമാക്കും കേട്ടോ, ഇതുപോലെയല്ല. ഓക്കെ, ഇത് ഏലക്ക പൊടിച്ച് വെച്ചാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കണം. ചുക്കും അതുപോലെ പൊടിക്കും. ഓക്കെ, അപ്പോൾ കൊയ്യ പണി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഉരുളി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കുവാണേ. തിളച്ച വെള്ളം ഒഴിക്കാൻ കാരണമുണ്ട്, തിളച്ച് വരാൻ പിന്നെ നോക്കി നിൽക്കണ്ടല്ല. അപ്പോൾ അതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിക്കുക. അപ്പോൾ ഇത് കഴുകി വെച്ചേക്കണം നമ്മുടെ അരി. ഇനി ഇതിനകത്തേക്ക് ഇടുക. ഇതിനകത്ത് ഇട്ടാണ് ഇതിന് വേവിക്കുക. നമ്മുടെ അരി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് അനക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കും. പിന്നെ വെള്ളം കുറയണ അനുസരിച്ച് അരി വെന്തിട്ടില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെ നോക്കിയും കണ്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ ചോറ് അതായത് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ശർക്കര ഉരുക്കി വെച്ച ശർക്കര ഒഴിക്കുവാണേ. ഉരുക്കി വെച്ച ശർക്കര ഏകദേശം മൊത്തം ഞാൻ ഒഴിച്ചു. കുറച്ചുകൂടെ ബാക്കിയിരിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് കിടന്ന് ഇതങ്ങ് സെറ്റാവണം. കുറേ നേരം ഇതിങ്ങനെ ഇളക്കി റെഡിയാക്കണം. ചോറ് നമ്മൾ ഇടയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചങ്ങ് വിടണം, എങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള